ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ഏവർക്കും ഒരു സുപ്രഭാതം നേരുന്നു. സർവശക്തനായ ദൈവം ഈ പ്രഭാതത്തിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാത ചിന്ത: ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3-ാം തിരുവചനം. പഴയ നിയമത്തിൽ മോശ ദീർഘദർശി സീനായി മലയിൽ നിന്നും ദൈവികമായ കൽപ്പന യഹോവയാം ദൈവത്തിൽ നിന്നും സ്വീകരിച്ചു. ആ 2 കൽപ്പലകളിൽ യഹോവ എഴുതിയ വചനം തൻ്റെ ജനത്തെ ആത്മീകതയുടെ ഉന്നതി ചവിട്ടിക്കയറുവാൻ സഹായിച്ചു. അതായത് കനാൻ പ്രവേശനം സാധ്യമാക്കി. പുതിയ നിയമത്തിൽ ക്രിസ്തുനാഥൻ ഗലീലയിലെ ഒരു ഉയർന്ന കുന്നിൽ ഇരുന്നു കൊണ്ട് തൻ്റെ ജനത്തെ ധർമ്മപാഠം പഠിപ്പിച്ചു. അതിലാദ്യത്തേതാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന പ്രബോധനം. ക്രിസ്തുവിൻ്റെ കാലത്തെ പരീക്ഷവർഗം തങ്ങൾ മറ്റാരേക്കാളും ഉന്നതി നേടിയവരും സകലത്തിലും തികഞ്ഞവരുമാണെന്ന അഹബോധം ഉള്ളവരായിരുന്നു. ന്യായപ്രമാണം, രക്ഷ, സൽഗുണ സമ്പൂർണത ഇവ ആ കൂട്ടർ സ്വയം അവകാശപ്പെട്ടു. പരീക്ഷവർഗത്തിൻ്റെ ഫലശൂന്യതാബോധത്തെ വിലയിരുത്തി ക്രിസ്തു തൻ്റെ മുൻപിൽ അണിനിരന്നിരുന്നവരോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ ആത്മാവിൽ ദരിദ്രരാണ്, ആയതിനാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, കാരണം സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാണ്. വാസ്തവത്തിൽ ആത്മാവിൽ ദരിദ്രർ എന്ന പ്രയോഗത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണ്? ആത്മീകതയിൽ പൂർണ്ണതയിൽ തങ്ങൾ എത്തിയിട്ടില്ല എന്ന തിരിച്ചറിവ് ഒരുവനിൽ വന്നു നിറയുമ്പോഴാണ് അവൻ പൂർണ്ണതയിലേക്ക് വളരുവാൻ ആഗ്രഹിക്കുന്നത് അഥവാ യത്നിക്കുന്നത്. പൂർണ്ണ ആത്മീയൻ ആകാൻ ഒരു മനുഷ്യന് സാധിക്കണമെങ്കിൽ ആ മനുഷ്യനിൽ 3 പ്രത്യേക മനോഭാവങ്ങൾ ഉടലെടുക്കണം. അതിൽ ആദ്യത്തേത് ഞാൻ പൂർണ്ണ ആത്മീകൻ അല്ല എന്ന തിരിച്ചറിവാണ്. ലൗകികമായ ഈ ലോകത്ത് നമുക്ക് പലതും അവകാശപ്പെടാനുണ്ട്. ഞാൻ പൂർണ്ണ ആത്മീകനാണെന്ന ഭാവത്തിലേക്ക് നമ്മെ എത്തിക്കാൻ. എന്നാൽ അത് ഫലശൂന്യമായ ചിന്തയാണ്. യഥാർത്ഥത്തിൽ ഞാൻ പൂർണ്ണനല്ല, ആത്മീക പൂർണ്ണതയിൽ എത്തിയിട്ടില്ല എന്ന തിരിച്ചറിവ് നമ്മിലുണ്ടാകുമ്പോൾ രണ്ടാമത്തെ സ്വഭാവം, മനോഭാവം നമ്മിൽ ഉടലെടുക്കും. അത് ആഗ്രഹമാണ്, പൂർണ്ണതയിലേക്ക് വളരാനുള്ള ആഗ്രഹം. ഉടനെ തന്നെ മൂന്നാമത്തെ മനോഭാവം നമ്മിൽ രൂപപ്പെടും. അത് ആത്മീയതയിലേക്ക് വളരാനുള്ള പ്രയത്നം അതെന്തൊക്കെ എന്നുള്ളതാണ്. ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ടോ അവനിൽ വിശ്വാസം അർപ്പിച്ചതുകൊണ്ടോ അവനായി ജീവിതത്തെ വേർതിരിച്ചു മാറ്റിവെച്ചതുകൊണ്ടോ ഒരുവൻ ആത്മീകനാകുന്നില്ല. അങ്ങനെയെങ്കിൽ യൂദാസ്ലീഹ ഒരു യഥാർത്ഥ ആത്മീക മനുഷ്യനാകുമായിരുന്നുവല്ലോ. എന്നിൽ കുറവുകളും ബലഹീനതകളും പാപസഹജമായ മനോഭാവവും വളരുന്നു എന്ന തിരിച്ചറിവ് പൂർണ്ണ ആത്മീകനായ ക്രിസ്തുവോളം വളരാൻ പരിശുദ്ധാത്മാവെ നിരന്തരം സഹായിക്കണമേ എന്ന പ്രാർത്ഥനയുമാണ് വാസ്തവത്തിൽ ആത്മീയതയിൽ ദാരിദ്ര്യം നിറഞ്ഞ നമ്മിൽ ഉണ്ടാകേണ്ടത്. താൻ സകലത്തിലും തികഞ്ഞവനാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ കേട്ടനുസരിച്ചു കൊള്ളണം എന്നു പറയുന്ന മനോഭാവമുണ്ടല്ലോ, അത് ക്രിസ്തു വെറുത്തു. അതായിരുന്നു പരീക്ഷ മനോഭാവം. ആത്മീക ജീവിതത്തിൽ വിനയവും വിധേയത്വവും നഷ്ടപ്പെട്ടു പോയാൽ അങ്ങനെയുള്ളവർക്ക് ആത്മീകതയുടെ പുറങ്കുപ്പായം മാത്രം അണിഞ്ഞു നടക്കാനേ കഴിയുകയുള്ളൂ. പൗരസ്യ സഭയുടെ ആരാധനയുടെ അടിസ്ഥാനം ആരാധിക്കുന്നവൻ മഹാപാപിയാണെന്നുള്ള തിരിച്ചറിവും പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാനുള്ള നിരന്തരമായ ആഗ്രഹവുമാണ്. ആ ആഗ്രഹം നമ്മെ ആത്മീയതയുടെ യജ്ഞത്തിൽ എത്തിച്ചേർക്കും. അതാണ് ആത്മാവിൽ ദരിദ്രരായവരുടെ പ്രത്യേകതകൾ 3. അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാം,
നാം ബലഹീനരാണ്, കുറവുള്ളവരാണ്. അതുകൊണ്ട് ആഗ്രഹിക്കാം പൂർണ്ണതയിലേക്ക്, ആത്മീക പൂർണ്ണതയിലേക്ക് വളരാൻ. അതിനുവേണ്ടി യത്നിക്കാം. സർവശക്തൻ നമ്മെ എല്ലാവരെയും അതിന് സഹായിക്കട്ടെ. സ്നേഹപുരസ്സരം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി.